പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിനകത്ത് റേഷൻ വിതരണങ്ങൾ താറുമാറാകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എത്രയധികം പാവപ്പെട്ട കുടുംബങ്ങളാണ് ഈ സൗജന്യ റേഷനും സബ്സിഡി റേഷനും എല്ലാം കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പാസാക്കിയ കർഷക ബില്ല് പൊതുവിതരണ സംവിധാനത്തിൻ്റെ അടിത്തറ തകർക്കുമെന്നാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെടുന്നത്. ഇത് നടപ്പിൽ വരുന്ന പക്ഷം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌൺ വഴി നടത്തപ്പെടുന്ന ഭക്ഷ്യസംഭരണം തീർച്ചയായിട്ടും ഇല്ലാതെയായി മാറും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ച് FCI ഗോഡൌണുകൾ മുഖേന സംഭരിക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലൂടെ ന്യായമായ വിലയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പൊതുവിതരണ സംവിധാനമാണ് ഇതോടെ ഇല്ലാതെയാകാൻ പോകുന്നത് എന്നാണ് സംഘടന അഭിപ്രായപ്പെടുന്നത്. ഇതുവഴി രാജ്യത്ത് പ്രവർത്തിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകും. പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പട്ടിണിയിലായി മാറും. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വിലക്കയറ്റം ക്രമാതീതമായി ഉയരും. മുൻഗണനാ വിഭാഗക്കാരായ BPL കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സബ്സിഡി ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ഇടത്തരം കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കാൻ ഏറെ പ്രയാസപ്പെടുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ രാജ്യത്തെ ജനപ്രതിനിധികളും കർഷകരും സാധാരണ ജനങ്ങളും ഒരു ധർമ്മസമരത്തിന് ഇറങ്ങണമെന്നുമാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു കാർഷിക ബില്ലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇതിനകം തന്നെ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ റേഷൻ സംവിധാനം നിലനിർത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നതോടുകൂടി ഇത്തരം ആശങ്കകൾക്ക് അറുതിയുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.